നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ബി.ജെ.പിക്കെതിരെ വിമർശനം ഉന്നയിച്ച് ശിവസേനയുടെ മുഖപത്രമായ സാമ്നയിൽ രൂക്ഷമായ വിമർശനമാണ് ബി.ജെ.പിക്ക് മോദിക്കുമെതിരെ ഉയർത്തിയത്. നോട്ട് നിരോധനം വഴി ഇന്ത്യയെ ഹിരോഷിമയാക്കി മാറ്റിയെന്ന് ശിവസേന ആരോപിക്കുന്നു. നേരത്തെ തന്നെ ശിവസേന ഇതുമായി ബന്ധപ്പെട്ട് നോട്ട് നിരോധനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ മോദിക്കെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. നേരത്തെ തന്നെ ബി.ജെ.പിയുടെ പല ആശയങ്ങളോടും വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച് ശിവസേന രംഗത്തെത്തിയിരുന്നു. NDA ഒരു ഘട്ടത്തിൽ വിടും എന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് ശിവസേനയുടെ മുഖപത്രത്തിൽ പറയുന്ന ആരോപണങ്ങൾ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട്? ജിംഷാദ്, സാമ്ന ശിവസേനയുടെ മുഖപത്രം അവരുടെ ഏറ്റവും പുതിയ പതിപ്പിലാണ് നോട്ട് മാറ്റത്തെയും നരേന്ദ്രമോദിയെയും കടുത്ത രീതിയിൽ വിമർശിച്ച് ശിവസേന രംഗത്തെത്തിയിരിക്കുന്നത്. ഈ നോട്ട് മാറ്റത്തെ ഉപമിച്ചിരിക്കുന്നത് രണ്ടാം മഹാലോകയുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ അണുബോംബിന് തുല്യമാണ് നോട്ട് മാറ്റം. അങ്ങനെ ഒരു നോട്ട് മാറ്റ ബോംബ് വർഷിച്ച് ഇന്ത്യയെ ഹിരോഷിമയ്ക്കും നാഗസാക്കിക്കും തുല്യമാക്കി നരേന്ദ്രമോദി മാറ്റുകയും ചെയ്തു. 85% നോട്ടുകളും പിൻവലിച്ചതിലൂടെ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുന്ന ശിവസേന നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കാഴ്ചയും കേൾവിയും ഇല്ലാത്ത തത്തകളെ മന്ത്രിസഭയിൽ എടുത്തതുപോലെയാണ് റിസർവ് ബാങ്ക് ഗവർണറെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും സാമ്ന കുറ്റപ്പെടുത്തുന്നു. ഉർജിത് പാട്ടേൽ റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ സാമ്പത്തിക മേഖല ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ടു എന്നും ശിവസേന കുറ്റപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നോട്ട് മാറ്റത്തെ പിന്തുണച്ച മറ്റു പാർട്ടികളെയും കടുത്ത രീതിയിൽ വിമർശിക്കുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ശക്തരായ ശരത് പവാറിന്റെ NCP ആദ്യം നോട്ടുമാറ്റത്തെ പിന്തുണച്ചിരുന്നു. അവരെയും പരിഹസിക്കുന്നുണ്ട് ശിവസേന. NDAയിലെ ഏറ്റവും വലിയ മഹാരാഷ്ട്രയിലെ സഖ്യകക്ഷിയാണ് ശിവസേന. നേരത്തെ തന്നെ ശിവസേന നോട്ടുമാറ്റത്തിൽ നരേന്ദ്രമോദിക്കെതിരെയും NDAക്കെതിരെയും രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു വിമർശനം, കൃത്യമായൊരു വിമർശനം, ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത് ഒരുപക്ഷെ സന്തോഷ് ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതായത് വ്യവസായ നഗരം ഉൾപ്പെടുന്ന മുംബൈ അടക്കമുള്ള പ്രദേശത്തെ പാർട്ടി കൂടിയാണ് ശിവസേന മഹാരാഷ്ട്രയിലെ NDAയുടെ വലിയ ശക്തി കേന്ദ്രമാണ്. ഫഡ്നാവിസുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ ചെറിയ രീതിയിൽ ബി.ജെ.പിക്ക് താഴെയാണെങ്കിൽ പോലും വലിയ രീതിയിലെ സ്വാധീനം ശിവസേനയ്ക്കുണ്ട്. ഒരുപക്ഷെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് വ്യവസായ മേഖലയിൽ ഏൽക്കുന്ന സ്തംഭനത്തെ ഏറ്റവും നല്ല രീതിയിൽ തൊട്ടറിയാൻ കഴിയുന്ന ഒരു പാർട്ടി കൂടിയാണ് ശിവസേന. ആ അർത്ഥത്തിൽ സാമ്നയിൽ വന്ന വിമർശനം വലിയ വിമർശനമായി, വലിയ മാനങ്ങളുള്ള വിമർശനമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടേ? ജിംഷാദ്, തീർച്ചയായും. കാരണം ഈ സാമ്നയിലെ വിമർശനവും ശിവസേനയുടെ വിമർശനവും നോട്ടുമാറ്റം വന്ന നവംബർ 8 ശേഷം തന്നെ വളരെ ശക്തമായി NDA നേരിടുന്നുണ്ട്. മഹാരാഷ്ട്രയിലും അല്ലെങ്കിൽ ഗോവ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഈ ശിവസേനയുടെ എതിർപ്പ് NDAയുടെ അടിത്തറ ഇളക്കുമെന്ന് BJPക്കും അറിയാം. അതുകൊണ്ട് ചില സോപ്പിടൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മാസം നടന്നിരുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഛത്രപതി ശിവജിയുടെ വൻപൻ പ്രതിമ കോടികൾ മുടക്കി കേന്ദ്ര സർക്കാർ സ്ഥാപിക്കാനായുള്ള ഉദ്ഘാടനം നടത്തിയതുപോലും ഈ ശിവസേനയെ കയ്യിലെടുക്കുക തന്നെയായിരുന്നു ലക്ഷ്യം. എന്നാൽ NDAയുടെ അത്തരം നീക്കങ്ങൾ ഒന്നും വില പോയിട്ടില്ല എന്ന് ഇപ്പോൾ ഈ സാമ്നയിലൂടെ വന്നിരിക്കുന്ന മുഖപ്രസംഗം വ്യക്തമാക്കുന്നു. ഇത് NDAക്ക് ഈ തെരഞ്ഞെടുപ്പുകളിൽ, BJPക്ക് ഈ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി തന്നെയാകും. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. നരേന്ദ്രമോദിയെ തന്നെയാണ് പേരെടുത്തു പറഞ്ഞ് ശിവസേന വിമർശിച്ചിരിക്കുന്നത്. NDAയിലെ വലിയൊരു കക്ഷി കൂടിയാണ് ശിവസേന. തീർച്ചയായും സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്. ശിവസേനയും മോദിയുടെ നോട്ട് പിന്മാറ്റത്തിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. നോട്ട് നിരോധനം വഴി അണുബോംബ് വർഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ഹിരോഷിമയ്ക്കും നാഗസാക്കിക്കും തുല്യമാക്കി ഇന്ത്യയെ എന്ന കൂടിയുള്ള രൂക്ഷ വിമർശനമാണ് മോദിക്കെതിരെ ശിവസേന നടത്തിയത്. ശിവസേന മുഖപത്രത്തിലാണ് കടുത്ത വിമർശനം ഉന്നയിച്ചത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് നൽകിയത്.